ഈ രാത്രിക്ക് മീൻ മേടിച്ചോണ്ട് വരുന്ന ഒരു 50 വട്ടം പറഞ്ഞിട്ടില്ലേ? ഇത് പിന്നെ പകല് മീൻ കിട്ടിയില്ലല്ലോ, അതല്ലേ രാത്രി മേടിച്ചോണ്ട് വന്ന്. ഓ മനുഷ്യൻ എങ്ങനെയും ജോലി ഒതുക്കി നീ വല്ല അറിഞ്ഞ എന്താ ഇവിടെ മുറ്റ വഴക്ക് നടക്കുന്നു. ആരുമായിട്ട്? അമ്മായിയമ്മയും മരുമോളും മൊത്തത്തിൽ വഴക്ക്. പുതുമയാണ്. നീ എന്താ വഴക്കാന്ന് പറഞ്ഞ നിസാര കാര്യം. ഇവിടെ വഴക്കുണ്ടാവാറില്ലേ? അതല്ല, ഈ പെണ്ണുങ്ങൾ വിചാരിച്ച സ്വർണ്ണം എല്ലാം കൊണ്ടുവന്ന് ജീവിതകാലം മുഴുവൻ ആ സ്വർണ്ണം അങ്ങനെ ഇരിക്കണം. വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ എടുത്തെന്നോ വിറ്റെന്നൊക്കെ ഇരിക്കും. ഏത് പെണ്ണിന്റെ കാര്യം പറയുന്നത്? ഓ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ്. അതിന്റെ ഇടത്തെ വേറെ ഡയലോഗ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ ആ ഭാര്യ അവിടെ ഇടാതെ എന്റെ ഇടക്ക് അവര് പറയുക നമ്മളെ കണ്ടു പഠിക്കാൻ. എന്നാത്തിന്? നിന്നെ ഇതാണ് കെട്ടിക്കൊണ്ട് വന്നതാണല്ലോ, നിന്റെ ഒരു ഇതിൽ പൊന്നുപോലും ഞാൻ എടുത്തിട്ടില്ലല്ലോ. അവരെന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് വേലിക്ക് അപ്പുറത്തുള്ള കാര്യം അറിയത്തുള്ളൂ, വേലിക്ക് ഇപ്പുറമുള്ള കാര്യം അറിയത്തുള്ളൂ. എന്തോ എന്തോ നിന്റെ സ്വർണം എടുത്തിട്ടില്ല. ആര്? ഈ കിടക്കുന്ന ചെമ്പും കരവുമെന്ന് നമുക്ക് രണ്ടുപേർക്കേ അറിയത്തുള്ളൂ. എന്തിയെ 10-30 പവൻ സ്വർണം കൊണ്ടുവന്നത്? എന്തിയെ? വീട് ഈ സ്വർണം കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കാനല്ലല്ലോ, എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കും. എനിക്ക് വീടും കക്കൂസും ഉണ്ടാക്കാനാണെങ്കിൽ പലയിടത്തും ലോൺ എടുത്താൽ പോരായിരുന്നോ? പെണ്ണുങ്ങളെ അത് കിടക്കുന്നതാണോ പിച്ചി എടുക്കുന്നത്? പലവരും വീട് 2 തരം കാണിച്ചിട്ട് പറഞ്ഞു അതാ എന്റെ വീടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ച് കല്യാണം നടത്തി കഴിഞ്ഞ് വിളക്ക് കൊടുക്കാൻ നേരത്തെ ഇവിടെ വന്നു. ഞാൻ ചേച്ചി ഇതെന്താന്ന് ചോദിച്ചു. അയ്യോ ഇതാ എന്റെ വീടെന്ന്. മഴ പെയ്യുമ്പോ പടുത പറന്നു പോതിരിക്കാൻ വേണ്ടി 2 മൂലയ്ക്കൊന്നും കയറ് വെച്ച് വലിച്ചിങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോഴേ ഇങ്ങനെയൊന്ന് കക്കൂസി പോകുന്നുണ്ടല്ലോ, മിച്ചം കാതി കിടന്ന ഒരു കാതിപ്പൂ കൊണ്ട് പിച്ചി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടാണ് കക്കൂസ് ഉണ്ടാക്കിയത്. അങ്ങനെയുള്ളവരാണ് വലിയ വർത്താനം പറയാൻ പറ്റുന്നത്. എടോ, സ്വന്തമായിട്ട് വീടും കക്കൂസും വേണേ പലയിടത്തും ലോൺ എടുക്കണം. അല്ല വന്നു ചേർന്ന പെൺപിള്ളേരെ ഇവിടെ കഴുത്തിന്ന് പറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? വലിയ ആള് ചമയുന്നു. എന്നെ കണ്ട് പഠിക്കാൻ പറ്റും. പണിക്കാന്ന് തള്ള ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു തള്ളയുടെ കൊടിയത് തന്നെ കണ്ട് എല്ലാം പഠിക്കാനാണ്. പറഞ്ഞിട്ട് ഞാൻ ഉപാധ്യമാണ്.